ചേട്ടാ, ഈ സ്ഥലത്തിന് ഉപ്പിടാമൂടെന്ന് പേര് വരാൻ കാരണം എന്താ പറയുക? വളരെ നാളുകൊണ്ട് കേൾക്കുന്ന ഒരു പേരാണ്, പക്ഷേ അതിൻ്റെ ഉറവിടം എനിക്ക് എങ്ങനെയാണെന്ന് അറിയാം. തിരുവനന്തപുരം പട്ടണത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ പഴക്കമുള്ളൊരു പ്രദേശമാണ് ഈ കൈതമുക്ക്, അതിൻ്റെ ചുറ്റുവട്ടം. 14-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഉണൂലി സന്ദേശത്തിലൊക്കെ ഇതിനെക്കുറിച്ച് പരാമർശമാണ്. അപ്പോൾ അത് നമുക്ക് തരുന്നൊരു സൂചന എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ജനസമൂഹം ഉണ്ടായിരുന്നു എന്നാണ്. ഈ ജനസമൂഹം തെരുവായി താമസിക്കുകയും അവർ ഒന്നിച്ചുകൂടി തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിരുന്ന പ്രദേശങ്ങൾക്ക് അന്ന് പറഞ്ഞിരുന്നത് പിടാക. ഏത് പിടാകയിൽപ്പെട്ട ആളാണെന്ന് പണ്ട് ചോദിക്കും. കല്യാണം ആലോചിച്ചോ, നീ ഏത് പിടാകയിൽപ്പെട്ടതാണെന്ന്. ഉൾപ്പിടാകയിൽ നിന്നാണ് ഉപ്പിട മൂട്, പക്ഷെ മൂടല്ല, മൂലയാണ്. ഉൾപ്പിടാക മൂല. ഈ കൈതമുക്കിനും ഈ ഉപ്പിടാമൂട് പാലത്തിനും ഇടയ്ക്കുള്ള സ്ഥലത്തിൻ്റെ പേര് ഉൾപ്പിടാക മൂല എന്നാണ്. ഈ ഉൾപ്പിടാക മൂലയെ പറഞ്ഞ് മൂലയെ മൂടാക്കി. പിടാക മൂലയാണ് ഉപ്പിടാമൂടായി രൂപപ്പെട്ട് വന്നത്.